കാഴ്ചയുടെ മറ്റൊരു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജീഷ് ഇടുക്കി ചില്ലീസ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് കോതമംഗലത്തിനടുത്തുള്ള നെല്ലിമറ്റത്താണ്. ഏകദേശം 2 ദിവസമായിട്ട് ഹൈറേഞ്ചിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് തുടങ്ങിയിരിക്കുന്ന കാൽനട തീർത്ഥയാത്ര അങ്ങനെ കോതമംഗലം കന്നി 20 പെരുന്നാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറേ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഒത്തുകൂടാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ദിവസങ്ങളിലായി നിരവധി ദേശങ്ങളിൽ സർവ്വമതസ്ഥരുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഒക്ടോബർ 2-ാം തീയതി വൈകിട്ട് കോതമംഗലം പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാബയുടെ ഖബറിങ്കലിൽ പ്രാർത്ഥനയോടെ വഴിപാടുകൾ അർപ്പിച്ച് കാൽനട തീർത്ഥയാത്ര സമാപിക്കും. കട്ടപ്പനയെന്നും മൂന്നാറിൽ നിന്നും രാജകുമാരിയിൽ നിന്നൊക്കെ തുടങ്ങിയിരിക്കുന്ന കാൽനട തീർത്ഥയാത്രയും രഥങ്ങളൊക്കെ ഹൈറേഞ്ചിൻ്റെ വിവിധ ഇടങ്ങളിലുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അതിനുശേഷമുള്ള പള്ളിയിൽ നിന്നുള്ള ആളുകളെല്ലാം കൂടെ ഒത്തുചേർന്നുകൊണ്ട് ഒരു കാൽനട തീർത്ഥയാത്ര നടത്തുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഇവിടുന്ന് ഏകദേശം കോതമംഗലം വരെ എത്തണമെങ്കിൽ കുറച്ച് ദൂരവും കൂടെ ഉണ്ട് കേട്ടോ. നെല്ലിമറ്റത്ത് നിന്ന് യാത്ര ചെയ്ത് നമ്മളിപ്പോൾ കോതമംഗലത്ത് എത്തിയിട്ടുണ്ട്. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയുടെ അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ കാണുന്നതാണ് പള്ളിയിലേക്ക് കടന്നു പോകുന്ന കവാടം. നമുക്ക് ഇവിടെ എത്തിക്കഴിയുമ്പോൾ എന്തൊരു ക്രൗഡാണെന്നറിയോ, നമുക്ക് ആളുകളെ തട്ടിയിട്ട് ഇതിൻ്റെ അകത്തൂടെ നടക്കാൻ പറ്റത്തില്ല. ശരിക്കും ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോതമംഗലത്തിൻ്റെ ഒരു ആഘോഷ രാവാണെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളും ആ സ്റ്റെപ്പൊക്കെ കയറി പള്ളിയുടെ മുറ്റത്തേക്ക് എത്തുകയാണ്. ഇവിടെ നമ്മൾ റോട്ടിൽ കണ്ടതിനെ കഴിഞ്ഞ് കൂടുതൽ ക്രൗഡാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കയറി വന്ന ബാക്ക് സൈഡാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ തകൃതിയായിട്ട് കുറേ അധികം ടീമുകളുടെ ചെണ്ടമേളം നടക്കുകയാണ്. സത്യത്തിൽ ചെവി അടിച്ചുപോയി. അപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് ഒന്ന് കണ്ടാൽ
തന്നെ ഈ പള്ളിമുറ്റത്ത് എത്താനുള്ള തീരുമാനം എടുത്ത് നന്നായിട്ടോ. കാരണം ഈ നിൽക്കുന്ന ആ ക്യൂ ഉണ്ടോ, പള്ളിക്ക് ഉള്ളിൽ കയറാനുള്ള ക്യൂ ആണ്. ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നതോറും നമുക്ക് ഈ പള്ളിക്കുള്ളിലേക്കോ അല്ലെങ്കിൽ പരിസരത്തിലേക്കോ ഒന്നും എത്താൻ പറ്റത്തില്ല, അതുപോലെ തിരക്കുണ്ടാവും. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4-5 മണിയോടെ അടുത്തൊരു സമയമാണ് ഇത്രയും ക്രൗഡ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അപ്പം പള്ളിയുടെ മുറ്റത്ത് മാത്രമല്ല, ഈ ഒരു പ്രദേശം കോതമംഗലം ടൗൺ മുഴുവൻ ആളുകളെ കൊണ്ട് അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 5 മണിയോട് അടുത്ത സമയം, 5-5:30 അടുത്ത സമയത്ത് നമ്മൾ ആദ്യം കണ്ടിരിക്കുന്നത് രഥങ്ങളൊക്കെ പള്ളിമുറ്റത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ തിരികെത്തിക്കാനും അങ്ങനെയുള്ള പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള സൗകര്യം പള്ളിയുടെ പുറത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചുറ്റുപാടുമുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ ഒരു കാഴ്ചയാണ്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ നേരെ പള്ളിയുടെ മുറ്റത്ത് നിന്ന് റോട്ടിലേക്ക് ഇറങ്ങുവാണ്, മെയിൻ റോട്ടിലേക്ക്. ലക്ഷ്യം നല്ലൊരു ചായ കുടിക്കണം, വൈകുന്നേരം സമയമായി. അപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയാണ് ഇറങ്ങുന്നത് കേട്ടോ. നല്ല ക്രൗഡാണ്. നമ്മൾ ഇനി കാണാനുള്ളത് ഇതിലും കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഴിയൊക്കെ ഇവിടെ അങ്ങോട്ട് തിരിച്ചു വിട്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. ആളുകളുടെ ഒരു ഒഴുക്കാണ്. എന്താണെങ്കിലും ഞാൻ ശരവണഭവൻ ലക്ഷ്യമാക്കിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. സാധാരണ കോതമംഗലത്ത് വരുമ്പോൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറുള്ളത്. അതിനിടയ്ക്ക് നല്ല കിടിലം മഴയും.
എവിടെയാ? ഈരാറ്റോട്ടാ. ആ കൊള്ളാം. എല്ലാവരും ഈരാറ്റോട്ടക്കാരോ? കൊച്ചി. എത്ര ദിവസമുണ്ട്? ഒരാഴ്ച കൊണ്ട് ഉണ്ട് അല്ലേ? ഈരാറ്റോട്ട എവിടെ വീടാ? ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. പെരുന്നാൾ ഉത്സവമൊക്കെ വന്നാൽ ഇങ്ങനെയുള്ള കടക്കാരില്ലാതെ എന്തൊരു ആഘോഷം അല്ലേ. ഞാനിപ്പോൾ നടക്കുന്നത് നമ്മുടെ കോതമംഗലം മെയിൻ വഴി കൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഏകദേശം കിലോമീറ്റർ നീളത്തിൽ ഈ റോഡിൻ്റെ ഇരു സൈഡിലും ധാരാളം കടകളുടെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് കേട്ടോ. അതിനിടയ്ക്കൂടെ ഇങ്ങനെ ബലൂൺ വിൽക്കുന്നവർ, അതുപോലെ ചെറിയ ചെറിയ വസ്തുക്കൾ വിൽക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം മറികടന്ന് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ള മർത്താമറിയം കത്രീഡൽ പള്ളിയിലേക്കാണ് ഇനി നമ്മൾ കയറുന്നത് കേട്ടോ. അപ്പം ഇവിടെ കയറി പോകുന്ന വഴി നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എത്രമാത്രം ക്രൗഡ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. നടന്നിട്ട് കുറേ അധികം സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ആ പള്ളിയുടെ മുറ്റത്തേക്ക് എത്താൻ വേണ്ടി. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ അവരുടെ ഇടയിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഒരു ക്രൗഡ് കാരണം നമുക്ക് കാലെടുത്ത് വെക്കാൻ പോലും പറ്റത്തില്ല. എന്നാണെങ്കിൽ ഇനി കുറച്ച് സ്റ്റെപ്പുകൾ നമ്മൾ കയറണം. ആ സ്റ്റെപ്പ് ഒരു 1.5 സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് ഏറ്റവും ടോപ്പിൽ നമ്മൾ ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ പള്ളിയുടെ മുറ്റത്തേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നത്. എന്താണെങ്കിലും മനോഹരമായ ഒരു കാഴ്ചയാണ്. നമ്മളിത് അവസാനം പള്ളിയുടെ മുറ്റത്തേക്ക് നമ്മളെത്തി. പ്രാപ്തനാക്കുകയും ചെയ്തു. ഈ പരിശുദ്ധവനാളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾ തിരുവിഷ്ടമനവർത്തി ജീവിക്കുവാൻ ചെയ്യണമേ. നമ്മുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ ഞങ്ങളുടെ മരിച്ച് പോയവരെ നീ പരിശുദ്ധരോടൊന്നിച്ച് ആനന്ദിക്കുവാൻ യോഗ്യരാക്കി നൽകണമേ. ദൈവമേ, നിന്റെ കൃപ വീണ്ടും നമ്മൾ ചെറിയ പള്ളിയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ലൈറ്റപ്പ് കാണുക എന്നുള്ളതാണ് മെയിനായിട്ട് ലക്ഷ്യം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു 7 മണിയോട് അടുത്ത സമയമായി. നല്ല ക്രൗഡാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇവിടുത്തെ ഒരു ലൈറ്റപ്പ് ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്ര ഭംഗിയായിട്ടാണ് ഈ പള്ളിയുടെ മുഖവാരമൊക്കെ ക്രമീകരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തിരി കത്തിക്കാനും രഥങ്ങളൊക്കെ വരികയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ ഇതിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വന്ന രഥങ്ങളൊക്കെ ടൗണിൽ ഇങ്ങനെ റോഡ് ഷോ ആയിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. കാൽനട തീർത്ഥയാത്രയായിട്ട് പല മേഖലയിൽ നിന്ന് വന്നിരിക്കുന്ന രഥങ്ങളൊക്കെ ഈ പള്ളിമുറ്റത്ത് തന്നെ നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ച അതൊരു മനോഹര കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി തന്നെ ധാരാളം ഫുഡ് സ്റ്റാളുകളും ഉണ്ട്. എന്താണെങ്കിലും ഇവിടുത്തെ ക്രൗഡ് കണ്ടോ.
കോതമംഗലത്തിൻ്റെ ഈ ആഘോഷ രാവിൽ നിന്ന് ഇടുക്കി ചില്ലീസ് തൽക്കാലം വിട പറയുകയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിൽ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അധികം താമസിക്കാതെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.